ഞാൻ സത്യമായിട്ട് ഇതൊന്നും അറിയില്ല. എന്നെ വിശ്വസിക്കാൻ നിങ്ങൾക്ക്. ഞാൻ എവിടെയെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോട്ടിൽ വന്ന് നിൽക്കുക, നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ തെളിയിക്കാം. മനാഫ് പൈസയുമായി വീട്ടിൽ പോയിരുന്നു, ഏതാണ്ട് 2000 രൂപ കൊണ്ടാണ് കൊടുത്തത്. എന്ത് മനുഷ്യന്മാരാണ് ഇവർ പറയണത്. ഏതാ അറിയോ, ഒരു ഉസ്താദ്, അത് എൻ്റെ ഒരു ആത്മീയ ഉസ്താദ് ഓരോ വീട്ടിൽ മോനെ എല്ലാവരെയും ഫാമിലീനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ വീട്ടിലെ മുതിർന്ന ആളുകൾ കീശയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കില്ല കുട്ടിയേക്ക്, ആ ഇട്ട് കൊടുത്തതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഏകത്. മനാഫ് ഒരു 2000 റുപ്യ കൊണ്ടുപോയി കൊടുക്കാൻ പോണ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഈ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും. അതൊരു എന്താ പറയുക, ഒരു അപ്പൂപ്പന് ഒരു കൊച്ചുമോന് പോക്കറ്റിലിട്ട് കൊടുക്കില്ലേ, എന്താ അറിയില്ല. ഞാൻ സത്യം പറയാലോ, ഞാൻ എൻ്റെ മക്കളെ പഠി സത്യം, ഞാൻ ഈ സമയത്താണ് അത് അറിയണത്. ഞാൻ ഇതിൻ്റെ മുമ്പേ അറിയില്ല. ഞാൻ വേറെ ഞാൻ എനിക്കിതാ നിരന്തരം ഫോണ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഫോണുകളെ എടുക്കാറില്ല. കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം എൻ്റെ കച്ചവടം ഇതാക്കണ്ടില്ല, ഏത് സമയം ഫോണാ. എന്താണ് ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം. അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളി. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടല്ലാലും ഒന്നും ചെയ്യണേ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ ഞാൻ അറിയില്ല. തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികതയായിട്ട് കണക്കൂട്ടിക്കോളി, ഒരു പ്രശ്നമില്ല. അതുപോലെ ആദ്യത്തെ 2 ദിവസം തെരച്ചിലുള്ള സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണം കൂടെ പറയുന്നുണ്ട്. പുഴയിൽ ഇറങ്ങി തരുന്നതിന് പകരം കരയിലാണ് തരുന്നുള്ളത്. ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പോൾ എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മ എൻ്റെ അമ്മയാണ്. അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ, എന്നാലും അമ്മയാണ്. ആ അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഓർക്കൊരു ബുദ്ധിമുട്ട്, ഓരിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഓല് ഇതിൻ്റെ മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനതൊന്നും കാണില്ല. എനിക്ക് ഓരോ ഒഴിവാക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഓർക്ക് ഇനി ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും. അത് ഓരത് മാത്രമല്ല, ഞാൻ എൻ്റെ ഏത് ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യും. എനിക്ക് അമ്മയുടെ ആരോഗ്യ പ്രശ്നം കണക്കിലെടുക്കാതെ അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടും ആ ലൈവ് യൂട്യൂബിൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഏത് ലൈവ്? അമ്മയുമായിട്ട് അഭിമുഖം ചെയ്യുവാനും ചെയ്തിരുന്നു. ഞാനോ? ഇല്ല. എൻ്റെ യൂട്യൂബ് ചാനൽ ഏതായാലും മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ലോറിയുടെ അമ്മ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിൽ കയറി നോക്കിക്കോളൂ, ഞാനും അമ്മയും തമ്മിൽ എന്താ അഭിമുഖം നടന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പോൾ ഇതാ ഈ ഒരു 10-20 ദിവസം മുമ്പേ. എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്താ വലിയ തെറ്റാണോ? അത് എൻ്റെ ഇഷ്ടമല്ല.